ഞാൻ സുമേഷിനോട് തീർത്തു പറയുന്നു, ഈ ഇലക്ഷന്റെ വോട്ട് എണ്ണി തീരുന്നതിന്റെ അന്ന് വെരി വിസിബിളോ ആരിതൊക്കെ വകവെക്കണം പറഞ്ഞാൽ പിണറായി വിജയൻ ക്ലിഫ് ഹൗസിൽ ഒട്ടിക്കേണ്ടത് എന്താണെന്ന് അറിയാം? ഈ വീടിന്റെ ഐശ്വര്യം രാജീവ് ചന്ദ്രശേഖർ, താഴെ വി.ഡി. സതീശൻ. അതാണ് ഈ റഷ്യ അമേരിക്കൻ പോലെ ഏറ്റുമുട്ട രണ്ടു കൂട്ടരും വിവരറിയും. ആകെ കളിക്കാറുണ്ടാത്ത ഒരു തന്നെ ഉള്ളൂ ശശി തരൂർ. അയാൾക്ക് കളിക്കാറില്ല. അല്ല, ചേട്ടൻ പറയുന്നത് ശരിയാണ്. കാരണം രമേശ് ചെന്നിത്തലയെ ചിലപ്പോ ഒതുക്കാൻ വേണ്ടി സതീശൻ ശ്രമിക്കും. ഇനി നമ്മൾ തമ്മിൽ പരസ്പരം പാരവപ്പൊന്നും വേണ്ട. സതീശനെ ഒതുക്കാൻ വേണ്ടി എല്ലാ സ്ഥലങ്ങളിലും ചെന്ന് സതീശനെ ഒതുക്കാൻ വേണ്ടി ആരും ശ്രമിക്കുന്നില്ല. സതീശൻ അല്ലാതെ ഒതുക്കുള്ളൂ. അല്ല, നമുക്ക് നല്ല നിലയിൽ പോകാം. ആയിക്കോട്ടെ. രമേശ് ചെന്നിത്തലയെ ജയിപ്പിക്കാതിരിക്കാൻ സതീശൻ കളിക്കും, സതീശൻ ജയിക്കാതിരിക്കാൻ വേണുഗോപാൽ കളിക്കും. അതെല്ലാം വഴിക്ക് നീ എന്നെ ഒതുക്കുന്നു, അതിനപ്പുറത്തെ വഴിക്ക് വേലായുധം എന്നെ ഒതുക്കും. ഉള്ളൊരു വീട് ഭരിക്കുന്നവർ ചെയ്യുന്ന എന്താ? ഭരിക്കുന്നവർ, ഞാൻ ആരാധനയോടെ കണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ നേതാവ് അടക്കം. ഒരു തവണത്തേക്ക് ക്ഷമിക്കണം, മേലാൽ ഇയാൾ ഇങ്ങനെ ചെയ്യില്ലെന്ന് ഞാൻ ഗ്യാരണ്ടി. ഈ പ്രതിയാണ് ഈ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ എങ്ങനെ പ്രോത്സാഹിപ്പിച്ചു വേണ്ടാത്ത പ്രഷർ കയറ്റണ്ട. അല്ല, അവന് പേടി തീർന്നു. അല്ല, അവന് മുഖ്യമന്ത്രി ഒന്നും ചെയ്യില്ല. പേടി തീർന്ന് മാത്രമല്ല, അവൻ ഇനി പീഡിപ്പിച്ചാലും ഇത്രയും സംരക്ഷിക്കേണ്ട ഒരവസ്ഥ ഇവർക്കുണ്ടല്ലോ. ഇടയ്ക്ക് ഭരിക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അത് ശരി. കമ്മ്യൂണിസ്റ്റുകാരനായ എനിക്ക് പോക്സോ കേസാക്കി പ്രതിയാക്കണം എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനെ എനിക്കറിയാൻ ആരും. തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടും. അധികാരം ഇതിനെയൊക്കെ കൊണ്ടുകടന്ന് പിണറായി നമ്മളെ പാർട്ടിയെ നശിപ്പിക്കും. കറക്റ്റ് ആണ്. ഈ രാജേഷ് ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ മേയറായ എന്റെ 40-ാം ദിവസം തിരുവനന്തപുരത്ത് വന്ന് ഞങ്ങൾ കുറെ കാര്യങ്ങൾ അങ്ങോട്ട് പ്രഖ്യാപിക്കും. ഇപ്പൊ ആകെ പ്രഖ്യാപിച്ചത് ആമമുട്ട മാത്രമല്ല. ഇങ്ങനൊരു സാംസ്കാരിക വകുപ്പ് മന്ത്രി, നിനക്കിതിന്റെ പദവി അധികാരം മാത്രം മതിയല്ലോ. വാ തുറന്നാൽ അപ്പൊ കേസാവും കോടതിയിൽ. അങ്ങനത്തെ മണ്ടത്തരങ്ങളാണ് വിളിച്ചത്. എന്നെ സഹായിക്കാനോ ഒരു വാക്ക് പറയാനോ നീ കൂട്ടാക്കിയില്ല. നമ്മൾ ഈ പറയുന്ന ഈ സ്ത്രീയെ ഒരു വലിയ വിഭാഗത്തിന് വെറുപ്പാണ് ഇവർ. അതുകൊണ്ട് സത്യത്തിൽ അത് കേൾക്കുമ്പോൾ എനിക്ക് സുമേഷിനോട് പുച്ഛം തോന്നുന്നു. എന്താ അറിയാം, താൻ ജനിച്ചു വളർന്ന നാട്ടിൽ ഒരു വികസനവും വേണ്ട എന്ന് പറയുന്ന തന്റെ അഭിമാനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരി, ഞാൻ അതുകൊണ്ട് എന്റെ സുഹൃത്തെ, എന്റെ കൊക്കില് ജീവനുള്ളിടത്തോളം കാലം ജഡ്ജി ഇരിക്കാൻ കസേരയും കൊടുത്തില്ലേ? ടയേർഡാണെന്ന് പയ്യൻ, പുള്ളി ഈ പീഡിപ്പിച്ച് അവൻ നല്ല ടയേർഡാണ്. അതുകൊണ്ട് അവന് കസേര കൊടുത്തിരിക്കുക. നിർത്തടേ. അവൻ അവിടെ കസേര ഇരിക്കുന്നു, കോടതിയിലുള്ള ഉദ്യോഗസ്ഥർ വന്ന് എല്ലാം സെൽഫി എടുക്കുന്നു. ബഹുരസമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇതിനൊക്കെ ഒരു മാറ്റം വരുമോ എനിക്കറിയണ്ട. അതെങ്ങനെയാ? ആത്മാർത്ഥത വേണോടാ, ആത്മാർത്ഥത. ഈ രീതിയിൽ പോയാൽ ഒരു മാറ്റം വരില്ല. ഞാൻ പറഞ്ഞില്ലേ സാർ, ഇതാണ് കഥ.